വിവാദങ്ങളുടെ നായകനായിട്ട് മാറിയിരിക്കുകയാണ് രവിചന്ദ്രൻ അശ്വിൻ. നിങ്ങൾക്കറിയാം, ഓരോ ദിവസം കൂടുന്നതും അദ്ദേഹമായിട്ട് കുറേയധികം വിവാദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ഏറ്റവും വലിയ വിവാദങ്ങളും പരാതികളും എല്ലാം അശ്വിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ എന്തായാലും നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്, TNPL ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ TNPL കളിക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു പരാതി അല്ലെങ്കിൽ ഈ ഒരു വിവാദം എന്ന് പറയുന്നത് അദ്ദേഹത്തെ മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നില്ല, ടീമിനെ മൊത്തമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നൊരു വിവാദമാണ്. അതായത് TNPL ഡിണ്ടുഗൽ ഡ്രാഗൺസും അതുപോലെ മധുരൈ പാന്തേഴ്സും തമ്മിലുള്ള മത്സരം ഉണ്ടായിരുന്നു. മധുരൈ പാന്തേഴ്സാണ് ഈ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. അവരുടെ കംപ്ലയിൻറ്റ് ഇങ്ങനെയാണ്, അതായത് ബോളിൽ എന്തോ എന്താ പറയുക കെമിക്കൽ തേച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കംപ്ലയിൻറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ടവലിൽ എന്തോ കെമിക്കൽ പുരട്ടിയിട്ട് അതിങ്ങനെ ടവൽ നമ്മൾ തുടയ്ക്കുമല്ലോ, ആ ടൈമിൽ ആ ഒരു കെമിക്കൽ ആ ഒരു ബോളെ പെരടുന്ന രീതിയിൽ തുടച്ചു എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ മധുരൈ പാന്തേഴ്സ് പരാതി കൊടുത്തിരിക്കുന്നത്. അതായത് ബോൾ അടിക്കുന്ന സമയത്ത്, അതായത് ബാറ്റ് ചെയ്യുന്ന സമയത്ത് ബോൾ ബാറ്റിൽ കൊള്ളുമ്പോൾ ഒരു മെറ്റലിൽ കൊള്ളുന്ന പോലത്തെ ഫീലിംഗ് ആയിരുന്നു എന്നാണ് അവർ പറയുന്നത്. സോ എന്തായാലും അങ്ങനെയാണ് ഒരു പരാതി അവർ കൊടുത്തിരിക്കുന്നത് മധുരൈ ഡ്രാഗൺസ്. സോ എന്തായാലും നോക്കാം എന്താണ് നടക്കാൻ പോകും. മധുരൈ ഡ്രാഗൺസ് അല്ലല്ലോ, മധുരൈ പാന്തേഴ്സ്. സോ എന്താണ് നടക്കാൻ പോകുന്നത് നോക്കാം. എന്തായാലും TNPL സൂപ്പർവൈസർ അല്ലെങ്കിൽ CEO പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അതായത് 24 മണിക്കൂറിനുള്ളിലാണ് ഈ ഒരു പരാതി തരേണ്ടിയിരുന്നത്. പക്ഷേ എങ്കിൽ പോലും അത് കഴിഞ്ഞ് തന്നാൽ പോലും ഞങ്ങളത് സൂപ്പർവൈസ് ചെയ്യും, ഞങ്ങൾ എന്താണ് കാര്യമെന്ന് നോക്കും, ഈ ഒരു കംപ്ലയിൻറ്റ് അന്വേഷിക്കും, അതിലൊരു തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇത് തെറ്റായിട്ടൊരു അലിഗേഷൻ ആണെങ്കിൽ, അതായത് ഫോൾസ് അലിഗേഷൻ ആണെങ്കിൽ മധുരൈ പാന്തേഴ്സിനെതിരെ നടപടിയെടുക്കും. ഇത് ശരിയായിട്ട് വരികയാണെങ്കിൽ ഡിണ്ടുഗൽ ഡ്രാഗൺസിനെതിരെ പരാതി എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായി കഴിഞ്ഞാൽ ഡിണ്ടുഗൽ ഡ്രാഗൺസിന് തലയുയർത്തി അടക്കാൻ സാധിക്കില്ല. സോ എന്തായാലും ചെറിയൊരു, അതായത് തെറ്റായി കഴിഞ്ഞാൽ ചെറിയൊരു എന്തെങ്കിലും ഇഷ്യൂ അവർക്ക് മധുരൈ പാന്തേഴ്സിൽ ഉണ്ടാവുള്ളൂ. ബട്ട് തിരിച്ചാണെങ്കിൽ അത് വലിയൊരു ഇഷ്യൂ തന്നെയാവും. സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാം. അടുത്തൊരു കണ്ടു. ഗുഡ് ബൈ.